സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. സംസ്ഥാനത്തെ ജയിൽ അന്തേവാസികളുടെ വേതനം പരിഷ്കരിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ആദ്യം 152 രൂപയായിരുന്നു, ഇന്നത് 630 രൂപയായി സംസ്ഥാന സർക്കാർ പരിഷ്കരിച്ചിരിക്കുന്നു. വളരെ സന്തോഷം. ചെറുപ്പക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. കാരണം യൂറോപ്പിലൊന്നും പോണ്ട, ഈ പിള്ളേരെങ്ങനെ ജീവിക്കും? യൂറോപ്പിൽ പോണ്ട, അമേരിക്കയിൽ പോണ്ട, വേറെ ഗൾഫിൽ പോണ്ട, ഒന്നും വേണ്ട. ജയിലിൽ പോയി കഴിഞ്ഞാൽ ഒരു മാസം 10-16,000 രൂപ ശമ്പളം കിട്ടും. പൗലോസേട്ടൻ ഇങ്ങനെയാ, വലിയ തമാശക്കാരനാ. അതൊരു 10 വർഷം ആകുമ്പോഴത്തേക്ക് ലക്ഷക്കണക്കിന് രൂപയും കൊണ്ടെങ്കിൽ പോരാ. ഉപദേശിക്കാണെന്ന് വിചാരിക്കരുത് മോനെ, ആന കൊടുത്താലും ആശ കൊടുക്കരുത്. 10 ലക്ഷം രൂപ അടുപ്പിച്ച് ഒരു 5 വർഷം ആകുമ്പോഴത്തേക്ക് കൊണ്ടുവരാം. വേഗം പൊക്കോ, ആരും കാണണ്ട. എന്തിനാണ് ഗൾഫിൽ പോകുന്നത്? ഇത്രയും ഈ ക്രിമിനൽസിനെ സൃഷ്ടിക്കാൻ വേണ്ടി സർക്കാർ ഇത്രയും നല്ല സൗകര്യം ചെയ്തു കൊടുക്കുമെന്ന് ആരും അറിഞ്ഞില്ല. എന്തിനു പറയുന്നു മോളെ, ഒക്കെ കൂടി കൊടുത്ത സമാധാനം നഷ്ടപ്പെട്ടു. 15 വർഷമൊക്കെ അകത്ത് കിടന്നാൽ ഫുഡ് ഫ്രീ, എല്ലാം ഫ്രീ. ബിരിയാണി, പിന്നെ മുള്ളാണിയില്ല, ബിരിയാണി, മട്ടൻ, ചിക്കൻ, എന്റെ കർത്താവിശംശിയായേ, ഇങ്ങനെയുണ്ട് ഒരു ആക്രാന്തം. എല്ലാം കഴിച്ച് ശരീരമൊക്കെ അടിപൊളിയാക്കുകയും ചെയ്യാം. അതിനൊപ്പം തന്നെ വെളിയിലിറങ്ങി വരുമ്പോഴത്തേക്ക് യൂറോപ്പിൽ നിന്ന് കൊണ്ടുവരുന്ന അതേപോലെ ശമ്പളം കൊണ്ടുവരാം. നാട്ടിലൊരുത്തൻ ജോലിക്ക് പോയാൽ കിട്ടുന്ന 900 കുണുമ, വെറും 900 കുണുമ. ഈ 900 കുണുമ എന്ന് പറഞ്ഞാൽ അവടെ കൊണ്ടുവന്ന് അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് പറയുമ്പോഴത്തേക്ക് അവന്റെ കയ്യിൽ വരുന്നത് ഇത്തിപ്പോളം. പാമ്പ് കടിച്ചവന്റെ തലേ തേങ്ങ വേണമെന്ന് പറഞ്ഞു, ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചെന്ന് പറയടേ. എല്ലാം ഒന്ന് തന്നെ. അവൻ വെള്ളം അടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ 10-600 രൂപ കുപ്പി കൊടുക്കും. പിന്നെ അതില് 300 രൂപ, ആ 300-200 രൂപ ലോട്ടറി എടുക്കും. ബാക്കി എത്ര കിട്ടും? ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കാതെ കൊടുക്കൂ അടി ശവത്തിന്. വെളിയിൽ കിടന്നാൽ ഒന്നും കിട്ടൂല. ഇനി ഈ ചെറുപ്പക്കാർക്ക് പ്രോത്സാഹനത്തിന് വേണ്ടി ചെയ്തതാണെന്ന് അറിയില്ല. ഗൾഫിൽ പോയിട്ട് വരുന്നതിനേക്കാളും യൂറോപ്പിൽ പോയിട്ട് വരുന്നതിനേക്കാളും എവിടെ പോയി ജോലി ചെയ്തിട്ട് വരുന്നതിനേക്കാളും സൂപ്പറാണ് ജയിലിൽ പോവാന്നുള്ളത്. എന്ത് പോക്കത്തിലാണ് നിങ്ങൾ കാണിച്ചത്? ഒരു ദിവസത്തെ ശമ്പളം കേട്ടോ, അടിപൊളിയാണ്. ചെറുപ്പക്കാർക്ക് ക്രിമിനൽസിനെ സൃഷ്ടിക്കാൻ വേണ്ടി ഇതിൽ കഴിഞ്ഞ് എന്തെങ്കിലും വേണോ? 10 ഇരട്ടിയാണ് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവർക്ക് വർദ്ധിപ്പിച്ചത്. ഇനി തുടർന്നുള്ള ആനുകൂല്യങ്ങൾ, പെൻഷൻ, ഗ്രാറ്റുവിറ്റി, പ്രോവിഡന്റ് ഫണ്ട്, സമാധാനമായിട്ട് മൂത്രം നീ ധൈര്യമായിട്ട് പെടുക്കടാ. ഞാനും വരാം ഒരു കമ്പനി ഇവരുണ്ടാ. ഇതെല്ലാം തന്നെ ഈ പിണറായി സർക്കാർ കൊടുക്കും. ഇനി ഞാനൊരു സത്യം പറയട്ടെ, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ കൂട്ടത്തോടെ ജയിലിലേക്ക് പോയാൽ ഒരു മാസം 10-15,000 രൂപ ശമ്പളം കിട്ടും. എന്നെ കൊണ്ട് തോറ്റു. അപ്പൊ ഇനി യൂറോപ്പിൽ പോണ കാര്യങ്ങളൊക്കെ ചെറുപ്പക്കാരങ്ങ് നിർത്തിക്കണം. നിർത്തിയിട്ട് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടേഷൻ സംഘം എന്ന് തന്നെ പറയാം. ഞാൻ അവരുടെ നേതാവാ. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. കണ്ട, അതിനുള്ള സൗകര്യമൊക്കെ സർക്കാർ ചെയ്തു തരുന്നുണ്ട്. നമ്മൾ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. അവിടെ പോയിട്ട് വരുമ്പോ കോർഡിനേഷനായിട്ട് വരാം. എടാ, നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ? ഒരു രാജവെമ്പാലയാ നീ നോച്ചുവിട്ടിരിക്കുന്നത്. ഓത്തോ, ജയിലിൽ 10 വർഷം കിടന്നാൽ കോടീശ്വരനാവാം. ഇത് നല്ല അടിപൊളി സർക്കാരല്ലേ?